രാത്രി 11:30 ഗോത്പൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ കാശ്മീരിലേക്ക് യാത്ര തുടർന്നത്. യാത്ര കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങൾ റിസർവ് ചെയ്ത പല സീറ്റുകളിൽ ആരൊക്കെയോ കയറിയിരുന്നു. രാത്രി ആയതുകൊണ്ട് അവരിൽ പലരെയും വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിറ്റേ ദിവസം രാവിലെ ഒരു 7:30 ആയപ്പോഴേക്ക് ഞങ്ങൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലെത്തി. വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല, വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല ജമ്മു റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് ഒരു 8 മണിക്കൂർ യാത്രയുണ്ട്, ശ്രീനഗറിലെത്തണം. അതൊരു ട്രാവലറിലാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. യാത്ര നല്ല ഭംഗിയായിരുന്നു. സൈഡിലുള്ള കാഴ്ചകളൊക്കെ പുതുമയേറുന്ന കാഴ്ചകളിലായിരുന്നു. പക്ഷേ വളരെ ഇടുങ്ങിയ വഴി കൂടിയായിരുന്നു യാത്ര. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ना मैं समझा ना मैं जाना जो भी तुमने मुझसे कहा है सेन्योरिटा मगर फिर भी റൂമിലെത്തി ഫ്രഷായി എല്ലാവരും തന്നെ കുറച്ച് മടുത്തിരുന്നു. പിന്നെ കാര്യമായിട്ട് എവിടെയും പോയില്ല. വൈകുന്നേരം ഷാലിമാറിലെ ചെറിയ ചെറിയ കടകളിൽ വെറുതെ കറങ്ങാനിറങ്ങി. ഞങ്ങൾ എത്തിയപ്പോഴേക്ക് തന്നെ സന്ധ്യ ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും അടച്ചിരുന്നു. ഗഹർ സാറിൻ്റെ കല്യാണം നടക്കുന്നത് ഷോപ്പിയാനിൽ വെച്ചാണ്. ഷോപ്പിയാൻ്റെ ഉള്ളിലേക്ക് പോകണം. ഒരു ഗ്രാമപ്രദേശത്താണ്. ഒരു 3 മണിക്കൂറോളം യാത്രയുണ്ട്. ഇന്ന് നാട്ടിലെ തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കേരള അറ്റയറിലായിരുന്നു. ധാവണി സാരിയൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് 8 മണിയായപ്പോഴേക്ക് എല്ലാവരും റെഡിയായി. അങ്ങനെ വേറൊരു ട്രാവലറിൽ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് 51 കിലോമീറ്റർ അകലെയുള്ള ഷോപ്പിയാനിലേക്ക് യാത്രയായി. ഇന്നിവിടെ ഇലക്ഷൻ്റെ കൊട്ടിക്കലാശ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. അതേസമയം റോഡിൽ ബ്ലോക്കും ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ കൊട്ടിക്കലാശം ഇവിടെ ഉണ്ട്. പക്ഷേ ഓരോ 3 മീറ്റർ കൂടുമ്പോഴും ഓരോ സൈനിക വാഹനങ്ങളുണ്ട്. എന്തോ നമ്മളെല്ലാവരും എപ്പോഴും മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ. പോകുന്നത് പുൽവാമയിൽ കൂടെയാണ്. പുൽവാമ പണ്ട് ന്യൂസിലൊക്കെ കേട്ട് ഫേമസ് ആയ സ്ഥലമാണ്. ഒരു ഭീകരാന്തരീക്ഷം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിലും ഒരു നോർമൽ ടൗൺ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് മാർക്കറ്റുകളും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്ക് കുറവ് എല്ലായിടത്തും കാണാനുണ്ട്. അങ്ങനെ 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സാറിൻ്റെ വീട്ടിലെത്തി. ഇന്നല്ല, സാറിൻ്റെ കല്യാണം നാളെയാണ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഫങ്ഷനാണ്. അതുപോലെ ഇന്ന് വൈകുന്നേരം സാറ് ഇവിടുന്ന് പോയി പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്, അവിടെയാണ് കൂടുതലും ഫങ്ഷൻ ഉള്ളത്. വളരെ സാധുക്കളായ മനുഷ്യർ. അവരുടെ വീടുകളാണെങ്കിൽ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. 2 വീടുകൾ ഒരുമിച്ചിട്ടാണ് ഉള്ളത്. അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് 2 വീട്ടിലേക്കും കണക്ട് ചെയ്യാം. പിന്നെ കാര്യമായ ഫർണിച്ചറുകളൊന്നുമില്ല, എല്ലാം കാർപ്പറ്റുകളാണ്. നല്ല മനോഹരമായ കാർപ്പറ്റുകളാണ്. ചെന്ന ഉടനെ തന്നെ ഞങ്ങളെ കാർപ്പറ്റുകളിലിരുത്തി നമുക്ക് കൈ കഴുകാനുള്ള വെള്ളം വരെ അവർ അവിടെ കൊണ്ടുതരും. പിന്നെ കാശ്മീരി ഫുഡുകൾ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. സാറിൻ്റെ വീടിൻ്റെ ചുറ്റും ആപ്പിൾ തോട്ടങ്ങളാണ്. എന്താ പറയുക, നമ്മളിങ്ങനെ ആപ്പിൾ കണ്ട് എക്സൈറ്റഡ് ആയിട്ട്
ആപ്പിൾ തോട്ടത്തിൽ ഇറങ്ങുന്നു, ഫോട്ടോ എടുക്കുന്നു, ആപ്പിളിന് ഉമ്മ വെക്കുന്നു. അവിടെയുള്ള പിള്ളേരൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ ചക്ക, മാങ്ങ, തേങ്ങ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് ആപ്പിളുള്ളൂ. പക്ഷെ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആപ്പിൾ കായ്ച്ചു നിൽക്കുന്നതും ഇത്രയും വലിയൊരു തോട്ടമൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. एक जुनून एक दीवानगी हर तरफ है बेखुदी 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 हर तरफ कहे हल्के हल्के ये रंग झलके झलके जो किससे है कल के भुला दे कोई हौले हौले मेरे दिल से बोले किसी का तो बोले चल जाने दे कोई जादू गस्तो मजा है ले ले माँ रम्मैलो काली ओडाली गस्तो मजा है ले ले माँ रम्मैलो काली ओडाली അങ്ങനെ ആപ്പിൾ തോട്ടത്തിൽ കൂടെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നടന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്ക് സാറിൻ്റെ റിലേറ്റീവ്സൊക്കെ വന്ന് സാറിന് യാത്ര അയക്കുകയാണ്. സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് मुझे सुन के अच्छा लगा है सेनोरिता नो देवी अल्लाह मीरादा के दाते सरदारामी मुझको बाहों में तुम घेरो समझी ना सेनोरिता दिल की खता भी है क्या मुझको गिला भी है क्या अरे इस दिल लगी के सिवा दिल ने किया भी है क्या आशिक है ये चोनैया मैं क्या करूं दिल पे എന്തായാലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് യാത്ര ചെയ്തു. दिल पे मेरा जोर नहीं अब मैं क्या करूं ये दिल दीवाना दीवाना है ये दिल दीवाने ने मुझको भी कर डाला दीवाना मैंने उसके शहर को छोड़ा उसकी गली में दिल को तोड़ा फिर भी सीने में धड़कता है ये दिल मैंने दिल से उसे निकाला जो ना करना था कर डाला फिर भी याद उसी को करता है ये दिल दीवाना दीवाना है ये दिल अता पता रहे ना किसी का हमें यही कहे ये पल जिंदगी का हमें अता पता रहे ना किसी का यही कहे ये पल जिंदगी